പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും സഹായിയാകാൻ റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി സ്കൂളിലെ വിദ്യാർത്ഥികൾ. റിസപ്ഷനിസ്റ്റായും അതേപോലെ സംശയ നിവാരണ സഹായിയൊക്കെയായി ഈ AI ഹ്യൂമനോയിഡ് റോബോട്ട് ഒപ്പമുണ്ടാകും. ടെക്കോസ റോബോട്ടിക്സുമായി സഹകരിച്ചാണ് റോബോട്ടിനെ നിർമ്മിച്ചിരിക്കുന്നത്. അധ്യാപനം, സംശയനിവാരണം, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അങ്ങനെ എന്തിനും ഏതിനും സരസ്വതി സ്കൂളിൽ ഈ റോബോട്ട് ഉണ്ടാകും. A wonderful Saturday morning, and it's so good to see you all geared up for today's competition. And I am so delighted to be part of today's extravaganza at this brilliant school, Saraswati Vidyalaya. May the best team win. Good morning once again. We welcome you all once again to the 9th edition of 2025 Saraswati Vidyalaya's premier inter-school fest. കുട്ടികളുടെ ആശയമാണ് ടെക്കോസ കമ്പനി റോബോട്ടാക്കി മാറ്റിയത്. ഏത് ചോദ്യങ്ങൾക്കും ഉത്തരവുമായി സ്കൂളിൽ ഇനി റോബോട്ട് ഉണ്ടാകും. സംഗീത സംവിധായകൻ M. ജയചന്ദ്രനാണ് റോബോട്ട് സ്കൂളിന് സമർപ്പിച്ചത്. നമ്മളൊരു AI കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മ്യൂസിക്കിലും അങ്ങനെയാണ്. അതായത് ടെക്നോളജി നമ്മളെ ഭരിക്കാൻ പാടില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേഷനാണ്, അല്ലേ? സൃഷ്ടി എവിടെ നിന്നാണ് വരേണ്ടത്? നമ്മളിൽ നിന്നാണ് വരേണ്ടത്. ആ ഹ്യൂമൻ ടെൻഡൻസി എന്നാണ് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് വരേണ്ടത്, അല്ലേ? നമ്മുടെ ചിന്തകളിൽ നിന്നാണ് വരേണ്ടത്. നമ്മുടെ ചിന്തകൾ എവിടെ നിന്ന് വരുന്നെന്ന് ChatGPT പറഞ്ഞ് തരാൻ പറ്റുമോ? Do we know? Do we really know where our thoughts are coming from? No. അധ്യാപകർ ക്ലാസ്സിലില്ലാത്ത സമയത്ത് കുട്ടികളെ നിരീക്ഷിക്കാനും റോബോട്ട് ഉണ്ടാകും. കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായാൽ വിലക്കാൻ തക്ക ശേഷിയും നിർമ്മിത ബുദ്ധിയിലെ ഈ റോബോട്ടിനുണ്ട്. ഇതിനു പുറമെ വേണമെങ്കിൽ റിസപ്ഷനിസ്റ്റാകാനും ഈ റോബോട്ടിന് മടിയില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.